2025 അശ്വതി നക്ഷത്രക്കാർക്ക്, അത് തന്നെ മേടത്തിലോ ഇടവമാസമോ ജനിച്ചവർക്ക്, ഇത് ജനിച്ച നക്ഷത്രവും ജനിച്ച മലയാള മാസവും വെച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ജനിച്ച മലയാള മാസം അറിയണം. ഇപ്പം ജാനുവരി 10-നാണ് ജനിച്ചതെങ്കിൽ കാലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മലയാള മാസവും കിട്ടും. ഇവിടെ മേടത്തിലോ ഇടവമാസത്തിലോ ജനിച്ചവരായിരിക്കണം, അശ്വതി നക്ഷത്രവും ആയിരിക്കണം. ആദ്യം മേടമാസത്തിൽ ജനിച്ചവർക്ക് നമുക്ക് നോക്കാം. അവർക്ക് ജാനുവരി മാസം പൊതുവെ നല്ലതാണ്, ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ല മാസമാണ്, സാമ്പത്തികപരമായിട്ട് നല്ലതാണ്, സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്, സഹോദരാദികൾക്ക് നല്ലതാണ്, കുടുംബപരമായിട്ട് സാമ്പത്തികപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ല മാസമാണ്. പക്ഷേ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾക്കൊക്കെ വല്ലതും കളവ് പോവുകയുള്ള സാധ്യതയുണ്ട്. ഗ്രാൻഡ് പാരൻസിനും മാസാത്ര നല്ലതല്ല. ഫെബ്രുവരി മാസം പൊതുവെ ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ്. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ ഇതാണ്, സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ട്രാൻസ്ഫറും കാണുന്നുണ്ട്. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം. എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ. എന്തൊക്കെ എഗ്രിമെൻ്റ് അല്ല, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം എഗ്രിമെൻറ്റ് കൊടുക്കുമ്പോൾ നല്ലവണ്ണം സൂക്ഷിക്കണം. മാർച്ച് മാസം പൊതുവെ ബിസിനസ്സിനും നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ല മാസമാണ്, കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്ക് നല്ലതാണ്. പക്ഷേ ഗ്രാൻഡ് പാരൻസിനൊന്നും മാസം അത്ര നല്ലതല്ല. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. ചിലപ്പോൾ ട്രാൻസ്ഫറും ഉണ്ടായേക്കാം. ഏപ്രിൽ മാസം പൊതുവെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെല്ലാം നല്ല മാസമാണ്. പക്ഷേ സഹോദരങ്ങൾക്കും ഗ്രാൻഡ് പാരൻസിനൊന്നും മാസം അത്ര നല്ലതല്ല. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ട്രാൻസ്ഫറുകൾ ഉണ്ടാകാം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. മെയ് മാസം പൊതുവെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി നല്ല മാസമാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അലസത, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, സഹോദരങ്ങൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസാത്ര നല്ലതല്ല. ചിലപ്പോൾ ട്രാൻസ്ഫറെല്ലാം ഉണ്ടായേക്കാം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ജൂൺ മാസം പൊതുവെ മോശം മാസമാണ്. അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, ട്രാൻസ്ഫർ ഉണ്ടാവുക, കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല. സഹോദരങ്ങൾക്കും ഗ്രാൻഡ് പാരൻസിനൊന്നും മാസമൊട്ടും നല്ലതല്ല. ജൂലൈ മാസം പൊതുവെ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിനും സഹോദരാദികൾക്കും നല്ല മാസമാണ്. വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ മാസമാണ്. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ മാസമാണ്. പക്ഷേ ആരെങ്കിലും പറ്റിക്കാതെയും ചതിയിൽപ്പെടാതെയും സൂക്ഷിക്കണം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ഗ്രാൻഡ് പാരൻസിനൊന്നും മാസാത്ര നല്ലതല്ല. ജൂലൈയിലാണ് പറഞ്ഞത്. ഓഗസ്റ്റ് മാസം പൊതുവെ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലൊരു മാസമാണ്. എല്ലാ കാര്യത്തിനും ഉത്സാഹവും തൻ്റെ ഇടയിലും കാണുന്നൊരു മാസമാണ്. പക്ഷേ മാതാവിനും ഗ്രാൻഡ് പാരൻസിനും മാസം നല്ലതല്ല. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുള്ളൊരു മാസമാണ്. ട്രാൻസ്ഫർ ഉണ്ടായേക്കാം.
വസ്തുവാഹനങ്ങളുടെ ധനനഷ്ടം സംഭവിക്കാം. കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല മാസമൊന്നും അല്ല. സെപ്റ്റംബർ മാസം പൊതുവെ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്ക് നല്ല മാസമാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യം അത്ര നല്ലതല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. മാതാവിനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും അത്ര നല്ല മാസമല്ല. വസ്തുവാഹനങ്ങളിലൂടെയും ധനനഷ്ടം സംഭവിക്കാം. മനസമാധാനക്കുറവ്, ടെൻഷൻ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുകയും സാധ്യതയുണ്ട്. ഒക്ടോബർ മാസം പൊതുവെ സഹോദരാദികൾക്ക് നല്ലതാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം ഇല്ലായിരിക്കുന്നതിനെ കണ്ടെത്തും. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. മാതാവിനും ഗ്രാൻഡ് പാരൻസിനൊന്നും മാസം അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുടുംബപരമായി, വിദ്യാഭ്യാസപരമായി, സാമ്പത്തികപരമായിട്ട് അത്ര നല്ല മാസം അല്ല. നവംബർ മാസം പൊതുവെ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്ക് നല്ലതാണ്. എല്ലാ കാര്യത്തിലും വിജയിക്കും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ഓപ്പറേഷനെല്ലാം പറ്റിയ മാസം. പക്ഷേ അലച്ചിലുകൾ, ട്രാൻസ്ഫർ, ആരെങ്കിലും പറ്റിക്കുക, ദാമ്പത്യ പ്രശ്നങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം, മാതാവിനും ഗ്രാൻഡ് പാരൻസിനും മാത്രം നല്ല മാസമല്ല. കുടുംബപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല ദിവസമല്ല. ഡിസംബർ മാസം പൊതുവെ സഹോദരങ്ങൾക്കും പിതാവിനും മക്കൾക്കും എല്ലാം നല്ല മാസമാണ്. ഉല്ലാസ യാത്രയെല്ലാം പോകാൻ പറ്റിയ മാസമാണ്. ദൂരെ യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാകും. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഭാഗ്യമുള്ളൊരു മാസമാണ്. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം. അനാവശ്യ ചെലവ് കാണാം. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ചിലപ്പോൾ ധനനഷ്ടം സംഭവിക്കാം. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളുണ്ടാകാം. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കണ്ടേക്കാം. ഇതാണ് മേടമാസം ജനിച്ചവർക്ക്. ഇനി ഇടവമാസം ജനിച്ചവർക്ക് എന്താണ് പ്രത്യേകത എന്നുള്ളത്? അവർക്ക് ജാനുവരി മാസത്തിൽ ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. എല്ലാ കാര്യത്തിലും നേടും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ല മാസമാണ്. പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യതടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ഫെബ്രുവരി, മാർച്ച് മാസം പൊതുവെ ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ല മാസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായി നല്ല മാസമാണ്. പക്ഷേ അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുകയുള്ള സാധ്യതയുടെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ട്രാൻസ്ഫറും ചിലപ്പോൾ ഉണ്ടായേക്കാം. ഏപ്രിൽ, മെയ് മാസങ്ങൾ പൊതുവെ ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ല മാസമാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. എളുപ്പത്തിൽ കിട്ടും. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ല മാസമാണ്. പക്ഷേ സഹോദരങ്ങൾ, ഗ്രാൻഡ് പാരൻസിനൊന്നും മാത്രമല്ല. ആരെങ്കിലും കൂട്ടത്തിൽ കാണുന്നുണ്ട്. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങുമ്പോൾ സൂക്ഷിക്കണം. ചിലപ്പോൾ പറ്റിപ്പിന് സാധ്യതയെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടുന്നു. ജൂൺ, ജൂലൈ മാസങ്ങൾ പൊതുവെ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്.
ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. എന്നാൽ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക, ചതിയപ്പെടുക, ട്രാൻസ്ഫർ, ഇതിനും വല്ലതും കളവോ ഇതിനും സാധ്യതയുണ്ട്. വിദേശ ഇടപാടുകളെല്ലാം നടത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓഗസ്റ്റ് മാസം പൊതുവെ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. കുടുംബപരമായ, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. പക്ഷേ അലസത, ആരെങ്കിലും പറ്റിക്കുക, ചതിയപ്പെടുക, ട്രാൻസ്ഫർ, ഇതിനുള്ള സാധ്യത അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങൾ പൊതുവെ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ ദിവസമാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ്, നല്ല മാസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ മനസ്സമാധാനക്കുറവ്, ടെൻഷനും കാണുന്നുണ്ട്. അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുക, ചതിയപ്പെടുക, ട്രാൻസ്ഫർ ഉണ്ടാവുക, ഇതിനെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ സാധ്യതയുണ്ട്. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. ചിലപ്പോൾ വീട് നിർമ്മാണത്തിന് ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കാം. അതുകൊണ്ട് വസ്തുവാഹനങ്ങളെല്ലാം ക്രയവിക്രയം ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നവംബർ മാസം പൊതുവെ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുക, ചതിയപ്പെടുക, അപവാദങ്ങളെല്ലാം കേൾക്കാനുള്ള സാധ്യതയുണ്ട്. വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടരുത്. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ചിലപ്പം ധനനഷ്ടവും സംഭവിച്ചേക്കാം. ഡിസംബർ മാസം പൊതുവെ കുടുംബപരമായി നല്ലൊരു മാസമാണ്. പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. വസ്തുവാഹനങ്ങളിലൂടെയും ധനനഷ്ടം സംഭവിക്കാം. മാതാവിനും മാസം അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളെല്ലാം കൊടുക്കലും വാങ്ങലെല്ലാം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ചിലപ്പോൾ വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടായെന്ന് വരാം. ഇതാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ ആയാലുള്ള ഫലം. 2025 ഫലം.